ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീനു കാറിൽ കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സൂരജാണെങ്കിൽ പേടിയോടെ പുറത്ത് നിൽക്കും. നീ എന്താ മീനു ഈ കാണിക്കുന്നത്, നീ പുറത്തിറങ്ങാൻ പറയും. മീനു അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് ഓടിച്ചു പോകും. പിന്നെ വേഗം തന്നെ റിവേഴ്സ് വന്നിട്ട് ചോദിക്കും, സാർ കയറുന്നില്ലെന്ന്. സൂരജും വേഗം തന്നെ കയറും. മീനു വണ്ടി ഓടിക്കുമ്പോൾ സൂരജ് പറയും, ശരി ഞാൻ സമ്മതിച്ചു, നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, ഇനി ഇറങ്ങ്, ഞാൻ ഓടിച്ചോളാം. നീ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ടടുത്ത് സമയത്ത് എത്തത്തില്ല. അത് കേട്ട് മീനു വണ്ടിയുടെ വേഗത കൂട്ടും. കുറച്ചാകുമ്പോൾ സൂരജിനങ്ങ് പേടിയാവും. സൂരജ് പറയും, മതി മീനു, നീ ഇത്ര സ്പീഡിൽ പോകേണ്ട കാര്യമില്ല, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. ഇങ്ങനെ നീ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അറ്റാക്ക് വല്ലതും വന്ന് ചത്തുപോകും. നീ ഇറങ്ങ്, ഞാൻ ഓടിച്ചോളാം. മീനു പറയും, അങ്ങനെയൊന്നും അല്ലല്ലോ സാർ മുമ്പേ പറഞ്ഞത്. ലോങ് ഡ്രൈവ് പോകുമ്പം ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാളെ കൂടെ കൂട്ടണം, തളരുമ്പോൾ ഓടിക്കണം, അങ്ങനെയൊക്കെയല്ലേ. സൂരജ് പറയും, ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു, നീ ഒന്ന് ഇറങ്ങ്, എൻ്റെ വണ്ടി വേറെ ആരും ഓടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സൂരജ് കുറേ പറഞ്ഞു കഴിയുമ്പം മീനു വണ്ടി നിർത്തും, എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങും. ഈ സമയം സുപ്രിയയും നിരുപമയും കൂടെ മീനൂസ് കിച്ചനെതിരെ പലതും പ്ലാൻ ചെയ്യുന്നുണ്ട്. മീനൂസ് കിച്ചൻ്റെ ഫുഡിൽ മായം കലർത്താനാണ് അവരുടെ ഉദ്ദേശം. അത് കേട്ട് വരുന്ന ശിവരഞ്ജിനെ അതിനെ തടയുന്നുണ്ട്. അങ്ങനെ മീനൂസ് കിച്ചൻ പൂട്ടിക്കാൻ നിങ്ങൾ ആരും ശ്രമിക്കേണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്തോളാം, എൻ്റെ പ്രതികാരം മറ്റാരും ചെയ്യാൻ നിൽക്കേണ്ട എന്നൊക്കെ പറയും. അതൊന്നും നിരുപമയ്ക്ക് അത്ര ഇഷ്ടമാവത്തില്ല. പിന്നീട് നാരായണൻ ചിന്താമണിയെ കാണാൻ വരുന്നുണ്ട്. അവൾ കിടക്കുന്ന റൂമിൻ്റെ ജനലിൽ വന്ന് കൊട്ടും. ജനൽ തുറക്കുന്ന ചിന്താമണി, എന്തിനാ നാരായണൻ ഇവിടെ വന്നത്, അമ്മയും അമ്മമ്മയും എല്ലാം കണ്ടു കഴിഞ്ഞാൽ വഴക്ക് പറയുമെന്ന് പറയും. നാരായണൻ പറയും, ആരും കണ്ടിട്ടില്ല ഞാൻ ഇങ്ങോട്ട് പോരുന്നത്, മീനുവിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല, ഒരു തവണ ബെല്ലടിച്ചു, പിന്നെ അങ്ങ് കട്ട് ചെയ്തു. ചിന്താമണി പറയും, നിൻ്റെ നമ്പറാന്ന് അറിയുന്നുണ്ടോ മീനു എടുക്കാതെ, വേറൊരു നമ്പറിൽ നിന്ന് വിളിച്ച് നോക്കുക, അന്നേരം എടുക്കും. അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ അമ്മ വരും. ആഹാ, ഇവിടെ ഇതാണോ പരിപാടി, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നീ മീനുവിൻ്റെ പാചകക്കാരനാണെങ്കിൽ നീ അവിടെ നിന്നാൽ മതി, ഇവിടെ വരണ്ടെന്നൊക്കെ പറയും. നാരായണൻ പറയും, ചിന്താമണിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വന്നതാണ്, അതറിയാൻ ഈ ജനൽ വഴിയാണോ വരുന്നതെന്നൊക്കെ ചോദിച്ച് നാരായണനെ ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് ഓടിച്ചു വിടും. ചിന്താമണി അമ്മയോട് പറയുന്നുണ്ട്, നാരായണൻ പറഞ്ഞെല്ലാം ശരിയാണ്, അവരത് കേൾക്കാൻ കൂട്ടാക്കത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് മനീഷും ദീപയും പുറകോട്ട് കുറേ വന്നിട്ട് മീനുവിനെ സൂരജിനെ കാണുന്നില്ല. ഡ്രൈവർ പറയുന്നുണ്ട്, ഇനി നമ്മൾ പുറകോട്ട് പോയിട്ട് കാര്യമില്ലെന്ന്. മനീഷ് സൂരജിനെ ഫോൺ ചെയ്യുമ്പോഴത്തേക്കും ഫോണിലും കിട്ടത്തില്ല. ഡ്രൈവർ പറയുന്നുണ്ട്, ചിലപ്പോൾ ഫോണിൻ്റെ ചാർജ് പോയതായിരിക്കും, അവർക്ക് വഴി തെറ്റിയതോ അല്ലെങ്കിൽ വണ്ടി ബ്രേക്ക് ഡൗണോ ആയതായിരിക്കും, നമുക്ക് എന്താണേലും വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ മനീഷ് പറയും, അത് പറ്റത്തില്ല, നമുക്ക് തിരികെ തന്നെ പോയി നോക്കാന്ന്. അങ്ങനെ അവർ പുറകോട്ട് വീണ്ടും പോകും. ഈ സമയം സൂരജ് പറയുന്നുണ്ട്, ഇത് സ്ഥലം ഏതാണെന്നൊന്നും മനസ്സിലാവുന്നില്ല, ഇനി എങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് എത്തും എന്നൊക്കെ. മീനു പറയും, നമുക്കെന്നാൽ തിരിച്ചു പോയാലോ എന്ന്. സൂരജ് പറയും, തിരിച്ചു പോയിട്ട് കാര്യമില്ല, നമുക്ക് മുന്നോട്ട് തന്നെയാണ് പോവേണ്ടത്. മീനു പറയും, മുന്നോട്ട് പോകുന്നത് അപകടമാണ് എനിക്ക് തോന്നുന്നത്. സൂരജ് പറയും, നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ, മുന്നോട്ട് കിടക്കുന്ന റോഡ് തന്നെയല്ലേ, എത്രയും പോകാവോ അത്രയും നമുക്ക് പോകാം. മീനു പറയും, സാറിന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പോകാം. അങ്ങനെ അവർ റോഡ് അവസാനിക്കുന്നിടത്ത് എത്തും. അവിടെ ഒരു കായലാണ്. മീനു പറയും, സാർ നമ്മൾ ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, നമുക്ക് എത്രയും വേഗം തന്നെ തിരിച്ചു പോകാം. തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് കാറിൻ്റെ ടയർ പഞ്ചറാണെന്നത് സൂരജ് ശ്രദ്ധിക്കുന്നത്. മീനുവിനാകെ ടെൻഷനാവും. മീനു ചോദിക്കും, ഇനി നമ്മൾ എന്ത് ചെയ്യും സാറിന്. മീനു ഫോണിൽ നോക്കുമ്പോൾ ഫോണിന് റേഞ്ച് ഒന്നുമില്ല, അവൾക്ക് ആകെ ടെൻഷനാകും. സമയം രാത്രിയായിട്ടുണ്ട്. സൂരജ് ആ കായലിൻ്റെ തീരത്ത് തന്നെ ഇരിക്കുമ്പോൾ മീനു പറയും, സാർ ഇവിടെ തന്നെ ഇരിക്കാനാണ് ഉദ്ദേശം, ഞാൻ നടക്കാൻ പോകാമെന്നും പറഞ്ഞാൽ അവൾ നടക്കും. മീനു നിൽക്കുന്നു പറഞ്ഞ് സൂരജ് പുറകെ ചെല്ലും. ഈ സമയം ചിന്താമണി ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ട് അവളുടെ അമ്മയെ ചവിട്ടി താഴെ ഇടും. ചിന്താമണി മീനു അന്ന് കരുതിയാണ് അമ്മയെ ചവിട്ടി താഴെ ഇട്ടത്. അമ്മയാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവൾ കുറേ സോറിയൊക്കെ പറയും. സൂരജും മീനുവും കാറിൻ്റെ അടുത്ത് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ്. ഈ സമയം മീനു എന്തോ കണ്ട് അയ്യോ എന്ന് പറയുമ്പോഴത്തേക്ക് സൂരജ് പേടിച്ചു പോവും. അയ്യോ എവിടെ പാമ്പെന്ന് ചോദിക്കും. മീനു പറയും, അതിന് പാമ്പെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ നീ എന്തിനാ അലറിയാൻ ചോദിക്കുമ്പോൾ മീനു പറയും, അവിടെ എന്തോ അനങ്ങുന്ന പോലെ തോന്നി. സൂരജ് പറയും, എന്നാൽ പിന്നെ ഉറപ്പായിട്ടും പാമ്പായിരിക്കും. അതും പറഞ്ഞ് കാറിൻ്റെ ഡിക്കി തുറന്ന് മീനു കൊടുത്ത ഷൂസ് എടുത്തുകൊണ്ട് വന്നിടും. അത് കണ്ട് മീനു ചിരിയോടെ പറയും, എന്താണേലും ഞാൻ തന്ന സമ്മാനം പാഴായി പോയില്ല. സൂരജ് പറയും, എനിക്ക് പാമ്പിനെ പണ്ടേ പേടിയാ. ആ സമയമാണ് മീനു വഞ്ചിയിൽ ഒരാൾ വരുന്നത് കാണുന്നത്. മീനു അത് പറയുന്നുണ്ട് സൂരജിനോട്. അയാൾ അവരുടെ അടുത്തെത്തുമ്പോൾ അവർക്ക് സമാധാനം തോന്നും. നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിക്കുമ്പോൾ സൂരജ് പറയും, കാർ കേടായി പോയി, തിരിച്ചു പോകാൻ ഒരു വഴിയില്ല. അയാൾ പറയും, റോഡ് ഇവിടെ അവസാനിക്കുന്നുണ്ട്, ഇങ്ങോട്ട് ആരും വരാറില്ല, പെട്ടെന്ന് വേലിയേറ്റം ഉണ്ടായ ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിലാവും, അത് വലിയ അപകടമാണ്, കാറിൻ്റെ ടയർ റിപ്പയർ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് സൂരജ് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഇന്ന് രാത്രി ഇതൊന്നും നടക്കില്ല, ഇന്ന് നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും തങ്ങിയാൽ നാളത്തേക്കെല്ലാം ശരിയാക്കാം, നിങ്ങൾ പേടിക്കണ്ട, എൻ്റെ പേര് ഏലിയാസ്, ഞാൻ ഈ നാട്ടുകാരനാ, ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ എന്നെ കൊണ്ടാവും, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായ സ്ഥിതിക്ക് ഈ രാത്രിയിൽ തങ്ങാൻ നിങ്ങൾക്ക് ഞാൻ ഒരു സ്ഥലം ഏർപ്പാടാക്കി തരാം. അത് കേട്ട് മീനു ഒരു ഞെട്ടലോടെ സൂരജിനെ നോക്കും. സൂരജും അതേ അവസ്ഥയിൽ തന്നെ. ഏലിയാസ് പറയും, നിങ്ങൾ രണ്ടുപേരും കാറിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് വഞ്ചിയിലേക്ക് കയറ്. വേറൊരു മാർഗവും ഇല്ലാതെ അവരതിന് തയ്യാറാകും. ഈ സമയം പാർവതി ആകെ ടെൻഷനിലാണ് മീനുവിനെ വിളിച്ചിട്ട് കിട്ടാത്തതിൽ. അന്നേരം ബെന്നിച്ചൻ പാർവതിയെ ഫോൺ ചെയ്യുന്നുണ്ട്. പാർവതി പറയും, എന്നെ ഉപദ്രവിക്കരുത്, ഞാനും എൻ്റെ മോളും എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. ബെന്നിച്ചൻ പറയും, മീനുവിനെ എനിക്ക് വേണം, അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. അത്രയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.